ഹലോ, ആദീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുക. ബിരിയാണി എന്നൊന്നും പറയാൻ വയ്യ, കാരണം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ മോനൊരു ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. കാരണം മോന് സ്കൂളിലേക്ക് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടി ചിക്കൻ കൊണ്ടുവന്നതിൽ ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് വറക്കാൻ എന്ന് വെച്ച് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്നപ്പം പറഞ്ഞു, അമ്മേ നാളെ സ്കൂളില്ല, സ്പോർട്സാണ്, അപ്പോൾ അതിനെ കൊണ്ട് ഇന്ന് അമ്മ രാത്രിക്ക് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അപ്പം വിചാരിച്ചു പിന്നെ ഇനി അത് വറുത്തുകൊണ്ട് അവർക്ക് വറുത്ത് അങ്ങനെ ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ അങ്ങനെ അത് വറക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചു. അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ചിക്കൻ രാവിലെ തന്നെ ഞാനത് ഇതും വറക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വറുത്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ വലിയതെന്നൊന്നും പറയാൻ വയ്യ, കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ഓർക്ക് പിന്നെ അങ്ങനെ മതി കേട്ടോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിക്കനൊക്കെ ആയാൽ പിന്നെ ഓർക്കത് ഓരങ്ങനെ പച്ചക്കറി അങ്ങനത്തെ ഒന്നും കൂട്ടില്ല. മോള് പിന്നെ ഉപ്പേരിയൊക്കെ ചിലപ്പോൾ കഴിക്കും, മോന് തീരെ കഴിക്കില്ല. മോന് ചിക്കൻ തന്നെ അധികം കഴിക്കുക. അപ്പോൾ ഓനെ കൊണ്ടുവെക്കുന്ന ചിക്കനായിരുന്നു അത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ ഏതായാലും ഇനി നാളെ സ്കൂളില്ലല്ലോ, അപ്പം ഞാനത് ഓൻ പറഞ്ഞപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ഞാനത് ഉള്ളി വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി തക്കാളി വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ബിരിയാണി മസാല ഉണ്ടായിരുന്നു കേട്ടോ, അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ മുളകും പൊടിയല്ല കേട്ടോ, കുരുമുളക് പൊടിയാട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ അതൊക്കെ പൊടികൾ ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വറുത്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണം തലേന്ന് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുള്ളൂ. എപ്പോഴൊന്നും എൻ്റെ അടുത്ത് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അപ്പം പിന്നെ നമുക്കങ്ങനെ വാങ്ങി കൊണ്ടുപോയി സ്റ്റോക്ക് വെക്കാനൊന്നും അധികമൊന്നും നമ്മൾ വീട്ടിലൊന്നും മേടിക്കില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയിലേക്ക് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചിക്കൻ്റെ മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്കൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി അവിടെ കഴുകി ഊറ്റി, കുറച്ച് നേരത്തെ തന്നെ കഴുകി ഊറ്റി വെള്ളം പോവാൻ ഊറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ അരി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ രണ്ടരിയും കൂടി, നമ്മളെ മന്തീൻ്റെ അരിയും പിന്നെ സാധാരണ ബിരിയാണീൻ്റെ ചെറിയ അരിയും കൂടി ആട്ടോ. അത് ആദ്യം കൊണ്ടുവന്നതിൽ ബാക്കി ഉണ്ടായിരുന്നത് അവിടെ. അപ്പം പിന്നെ രണ്ടും കൂടി ഒക്കെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ആയിട്ട് ഓർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ ഓര് കഴിച്ചോളൂ കേട്ടോ. അവർക്ക് അങ്ങനെ ചിക്കനായാൽ മതിയെന്നേ ഉള്ളൂ മോനെ, അല്ലാണ്ട് നമ്മളെല്ലാതും സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് മല്ലിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളിത് ഉണ്ടാക്കണം എന്നൊന്നും വെച്ചിട്ട് ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വാങ്ങിക്കൊണ്ട് വയ്ക്കും കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓർക്ക്. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാതും വേണം എന്നുള്ളതൊന്നുമില്ല. പിന്നെ ഉള്ളിയൊന്നും വറുത്ത് ഇട്ടാലോ അതൊക്കെ പെറുക്കി വയ്ക്കും കേട്ടോ കഴിക്കുക. അപ്പം പിന്നെ ഞാനതൊന്നും വേണ്ട വെച്ചു. ഉള്ളി വെറുതെ അത് ഓരങ്ങനെ പെറുക്കി വയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ, വെറുതെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ അങ്ങനെ ഞാൻ ആ മസാല ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അവർക്ക് രാത്രിയൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മതി കേട്ടോ. അത് ചോറൊന്നും വല്ലാണ്ട് കഴിക്കില്ല. നമ്മൾ ഈ റേഷൻ കടയിലത്തെ അരിയല്ലേ,
അപ്പോൾ ഒരു അതിനോടൊന്നും വലിയൊരു താല്പര്യം, അല്ലെങ്കിൽ പിന്നെ ചായൻ്റെ കടിയൊക്കെ ആണെങ്കിൽ കഴിക്കുക. അങ്ങനെ മോക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.